ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മൻ ഹുവ ഖാനിതുൻ ആനാഅൽ ലൈലി സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബിഹി قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب قل يا عبادي الذين آمنوا اتقوا ربكم للذين أحسنوا في هذه الدنيا حسنة وأرض الله واسعة إنما يوفى الصابرون أجرهم بغير حساب. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. فلا تطع المكذبين ودوا لو تدهن فيدهنون ولا تطع كل حلاف مهين هماز مشاء بنميم هماز مشاء بنميم مناع للخير معتد أثيم عتل بعد ذلك زنيم أن كان ذا مال وبنين إذا تتلى عليه آياتنا قال أساطير الأولين. മനസ്സഹോദരന്മാരെ, സഹോദരികളെ, മദീനവാസികളായ സദസ്യരെ, അതിഥികളെ, ശ്രോതാക്കളെ, അള്ളാഹുവിനെ ഓരോരുത്തരും ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് പേടിക്കേണ്ടതുപോലെ പേടിച്ച് അവൻ്റെ പ്രീതികരകതമാക്കുവാനും അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി ജീവിക്കാനും പ്രവർത്തനത്തിലൂടെയും നന്ദി പ്രകടിപ്പിക്കലിലൂടെയും അവനെ സ്മരിക്കലിലൂടെയും അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പകർത്തലിലൂടെയും സദാ നാം ഓരോരുത്തരും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. അതിന് അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മക്കയിലോ മദീനയിലോ താമസിക്കുന്ന കാലയളവിൽ ആ ഭൂമിയുടെ പവിത്രതയെ പരിഗണിച്ച് താമസിക്കുവാനും ശ്രദ്ധ ചെലുത്തുക. ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ നടന്നതായ ഖുതുബ നമീമത്ത് എന്ന വിഷയമായിരുന്നു. നമീമ, ഗീബ എന്ന പദങ്ങളൊക്കെ നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്. എങ്കിലും അത് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി അതിൽ നിന്നിട്ട് മുക്തരാവാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ കുറവുമാണ്. അറിഞ്ഞിട്ടോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും ആ മഹാപാപങ്ങൾ കടന്നുകൂടുന്നു. നാം അത് ചെയ്യുന്നു. അതുകൊണ്ടുള്ള വിപത്ത് നാം അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഡോക്ടർ സാലിഹ് ഇബ്നു ഹുമയ്യിദ് ഇന്ന് മക്കയിൽ സംസാരിച്ചപ്പോൾ വിശാലമായ നമീമത്തിൻ്റെ അർത്ഥം അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. നമീമ, ഗീബ എന്നൊക്കെ അറബി ഭാഷയിൽ തന്നെയാണ് ലോക മുസ്ലിങ്ങൾ ഉപയോഗിച്ചു വരുന്നതായ സാങ്കേതിക പദം. അതിനെ അവരവരുടെ ഭാഷയിൽ പരിഭാഷപ്പെടുത്താതെ തന്നെ നമീമത്തെന്ന് പറയുമ്പോൾ മിക്ക മുസ്ലിങ്ങൾക്കും മനസ്സിലാകും എന്താണ് എന്നത്. എങ്കിലും ചേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം തന്നെ ഒരു പരിശോധന നടത്തിയാൽ
എല്ലാവർക്കും പറയാൻ അറിഞ്ഞോളണമെന്നില്ല, പേടിക്കും വേണ്ട, ഞാൻ പരിശോധിക്കുന്നില്ല. ഞാൻ തന്നെ പറയാം. നമീമ, ഗീബ രണ്ടുമായുള്ള വ്യത്യാസം, ഗീബത്ത് ഒരു മുസ്ലിമിൻ്റെ കുറവിനെ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ മറവിൽ പറയലാണ്. അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ കുറവിനെ നാം മറ്റുള്ളവരോട് പറയലാണ്. അത് ഗീബത്താണ്. അത് മഹാവന്തോഷമാണ്. മഹാവന്തോഷമെന്ന് പറയുമ്പോൾ സഹാബാക്കൾക്ക് സംശയം, ഞങ്ങളാ പറയുന്നത് അവരിൽ ഉണ്ടെങ്കിലോ? നിങ്ങൾക്കും സംശയം തോന്നിയില്ലേ? ഉള്ളത് പറഞ്ഞാൽ എന്താന്ന് നമുക്കൊക്കെ തോന്നലുണ്ട്. ഒരാളിലുള്ള കുറവ് പറഞ്ഞാൽ എന്താ വരാൻ പോകുന്നത് എന്ന് നാം സാധാരണ പറയാറുണ്ടല്ലോ. ഈ ചോദ്യം അവിടെ ചോദിക്കപ്പെട്ടു. ഇവിടെ അന്ത്യവിഷമ കൊള്ളുന്ന നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി പ്രത്യുത്തരം നൽകി, അദ്ദേഹത്തിൽ അതുണ്ടെങ്കിൽ ഫഖദ്, ആ വ്യക്തിയുടെ കൂടെ ഉള്ള കുറ്റമാണ്, ഉള്ള ദോഷമാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ ഫഖദ് ഇഗ്തബ്ത, നീ അദ്ദേഹത്തിന് ഗീബത്ത് പറഞ്ഞ ആളായി മാറി, പരദൂഷണം പറഞ്ഞ ആളായി മാറി. ഗീബത്തിൻ്റെ മലയാള അർത്ഥം പരദൂഷണമെന്നാണ്. പരദൂഷണം പറഞ്ഞ ആളായി മാറി. ഇനി അവനിൽ ഇല്ലാത്തതാണ് നീ പറഞ്ഞതെങ്കിൽ ഫഖദ് ബഹത്ത, പരദൂഷണം മാത്രമല്ല അവനിലില്ലാത്ത പച്ചക്കള്ളം അവനിലേക്ക് നീ കൂട്ടിച്ചേർത്ത ആളായി മാറുകയും ചെയ്തു. ഡബിൾ തെറ്റാണെന്ന് അർത്ഥം. ഡബിൾ കുറ്റമാണ് ഇല്ലാത്തത് പറഞ്ഞാൽ. ഉള്ളതാണ് പറഞ്ഞതെങ്കിൽ എന്താണ്? ഗീബത്താണ്. ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഉള്ളതാണെങ്കിലും മറവിൽ വെച്ചിട്ട് ആ ഒരു സഹോദരനെ അവൻ ഇഷ്ടമില്ലാത്തത് പറയാൻ പാടില്ല. ഇതാണ് റസൂലുള്ളാഹി അതിന് വിശദീകരണം നൽകിയത്. നിന്റെ സഹോദരനെ കുറിച്ച് മറവിൽ പറയുക, ബിമാ യക്റഹ്, അവൻ വെറുക്കുന്നത് പറയുക. അവൻ ഇഷ്ടമുള്ളതാണെങ്കിലോ തെറ്റില്ല, അവൻ്റെ നന്മ പറഞ്ഞു, അവൻ്റെ നന്മ പറയാം. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഏതെങ്കിലും ഒരു സദസ്സിൽ വെച്ചിട്ട് അവൻ്റെ സഹോദരനെ, അവൻ്റെ മുസ്ലിം സുഹൃത്തിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അദ്ദേഹത്തിനെ കണ്ടുപിടിച്ച്, അദ്ദേഹത്തിനെ പരിശോധിച്ച്, അദ്ദേഹത്തിനെ അന്വേഷിച്ച്, അദ്ദേഹത്തിനോട് എനിക്ക് മാഫി ചെയ്യണം, ഞാൻ നിന്നെക്കുറിച്ച് ഇന്ന സദസ്സിൽ വെച്ചിട്ട് പലതും പറഞ്ഞു പോയി എന്ന് പറയാനുള്ള ചാൻസ് കിട്ടാത്ത രൂപത്തിലാണെങ്കിൽ നാം ഏത് സദസ്സിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞുവോ അങ്ങനെയുള്ള സദസ്സിലോ അതുപോലത്തെ സദസ്സിലോ അദ്ദേഹത്തിന് നന്മകൾ വർദ്ധിപ്പിക്കുക, അപ്രകാരം അദ്ദേഹത്തിന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്യുക. മനസ്സിലായോ? ഇതാണ് ഗീബത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതായ മാർഗം. കാരണം അള്ളാഹു കർശനമായ ഭാഷയിൽ ഖുർആനിൽ ലാ യഗ്തബ് ബഅദുകും ബഅദാ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ പരദൂഷണം പറയാൻ പാടില്ല, കുറവ് പറയാൻ പാടില്ല. അവൻ്റെ മറവിൽ അവൻ അറിയാഭാവ സമയത്ത് അവനെക്കുറിച്ച് കുറ്റം പറയാൻ പാടില്ല. ലാ യഗ്തബ് ബഅദുകും ബഅദാ അയ്യുഹിബ്ബു അഹദുക്കും, അല്ലാഹു പറയാണ്, ഖുർആനാണ്, അയ്യുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതാ, ആരെങ്കിലും നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ സഹോദരൻ്റെ മാംസത്തെ ആ സഹോദരൻ മരിച്ച ശേഷം അവൻ ശവമായ ശേഷം അത് തിന്നാൻ ഇഷ്ടപ്പെടുമോ? ആ ശവത്തെ തിന്നുന്നതിനോട് തുല്യമാണ് എന്ത്? അവൻ്റെ കുറവ് പറയൽ. അവൻ്റെ കുറവ് പറഞ്ഞാൽ അവൻ്റെ ശവം തിന്നേണ്ടി വരും പരലോകത്തിൽ. ശവത്തിന് തിന്നുന്നതിന് തുല്യമാണ് എന്നാണ് റബ്ബ് പറയുന്നത്. അതിനു മുമ്പ് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വിഷയത്തോട്. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ മക്ക ഇമാമ ഇന്ന് ചർച്ച ചെയ്തതായ അന്നമീമ എന്ന ഏഷണി എന്ന ആ വിഷയത്തോട് ബന്ധിക്കുന്നത്, വലാ തജസ്സസു, നിങ്ങൾ ചിക്കിക്കുത്തി നോക്കരുത്. തജസ്സുസ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കുക, സ്വയം തന്നെ CD പ്രവർത്തനം, ആരും ഏൽപ്പിച്ചിട്ടല്ല, മൂപ്പര വകയിൽ മൂപ്പര് CD ആയി വർക്ക് ചെയ്യുക. അയാൾ എവിടെ പോയി, ഇയാൾ എവിടെ പോയി, അയാൾ എന്ത് കാട്ടി, അയാൾ എന്ത് പറഞ്ഞു, അയാൾ എന്ത് ചെയ്തു, അവൾ എവിടേക്ക് പോയി, അവളും അവനും എന്ത് സംസാരിച്ചു. എന്തിനോ നീ കൽപ്പിക്കപ്പെട്ട നിനക്ക് ഡ്യൂട്ടിയും അല്ലെങ്കിൽ ശമ്പളവും നൽകി നിർണയിക്കപ്പെട്ട ഒരു ജോലിയാണോ നിൻ്റേത്? മറ്റുള്ളവൻ്റെ കുറവും അവൻ്റെ പോക്കും അവൻ്റെ വരവും, അവൻ എന്തിനാ അങ്ങോട്ട് പോയത്, ഇങ്ങോട്ട് പോയിക്കൂടെ? അതിനെ ഇവിടെ അറബി ഭാഷയിൽ പറയും ലഗാഫ എന്ന്, അറബി നാടൻ ഭാഷയിൽ പറയും ലഗാഫ എന്ന്. ലഗാഫ എന്ന് പറഞ്ഞാൽ പോരത്തക്കാട് കാട്ടുന്ന പണിയാണ്. ആവശ്യമില്ലാത്തതിൽ കൈ കടത്തുക, ആവശ്യമില്ലാത്ത കാര്യത്തിൽ കൈ കടത്തുക, മനസ്സിലല്ലേ? അത് ലഗാഫയാണെന്ന് ഇവിടെ പറയും.
അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹു വളരെ കർശനമായ ഭാഷയിൽ എതിർത്തതാണ് തജസ്സുസ്. ആ തജസ്സുസ് ഉണ്ടാവലപ്പോഴാണ് നമ്മുടെ വിഷയമാകുന്ന നമീമ എന്ന ഏഷണി എന്ന മഹാപാപം, വന്തോഷം പോലോത്ത, നേരത്തെ കേട്ട പരദൂഷണം പോലോത്ത മഹാപാപമാണ് ഏഷണിയുമെന്ന് നമ്മുടെ ഇമാമുകൾ എഴുതി കുറിച്ച് റിക്കാർഡാക്കി പോയിരിക്കുകയാണ്. എന്തടിസ്ഥാനത്തിൽ? ഖുർആനിൽ റബ്ബ് പറഞ്ഞ അടിസ്ഥാനത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞ അടിസ്ഥാനത്തിലും. അപ്പോൾ നമീമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏഷണിയാണ്, പരദൂഷണമല്ല. ഏഷണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏഷണി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിമുമായിട്ട് അങ്ങ് തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ ഉണ്ടാക്കാം. ഒരാളെ മറ്റാളോട് തമ്മിൽ തല്ലിക്കാൻ വേണ്ടി, അദ്ദേഹത്തിനോട് കോപമുണ്ടാക്കാൻ വേണ്ടി. നേരെ വിപരീതമാണ് വേണ്ടത്. ഫിതനുകൾ ഉണ്ടാകുമ്പോൾ ഇന്ന് മദീന മിമ്പറിന്റെ മീതെ നിങ്ങൾ കേട്ടതുപോലെയും റിയാദിൽ ഇവിടുത്തെ ചീഫ് മുഫ്തി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെയും ഇന്നത്തെ ഖുതുബയിൽ ഇസ്ലാഹു ദാത്തുൽ ബൈൻ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇസ്ലാമിൽ. ഇസ്ലാഹു ദാത്തുൽ ബൈൻ എന്ന് പറഞ്ഞാൽ അപകടങ്ങളിൽ നിന്നിട്ട് രക്ഷപ്പെടുത്താൻ, ഫിതനുകളിൽ നിന്നിട്ട് മുക്തരാവാൻ, മുസ്ലിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്ന അനൈക്യത്തിന് അറുതി വരുത്താൻ വേണ്ടി എല്ലാ പയറ്റും പയറ്റുക, എല്ലാ പാടും നാം പാടുപെടുക, എല്ലാ പരിശ്രമവും പരിശ്രമിക്കുക. വേണ്ടി വന്നാൽ ചില്ലറ കളവ് വരെ പറയാം. തമ്മിൽ മുസ്ലിങ്ങളുടെ അനൈക്യം അഥവാ ഭിന്നിച്ച് നിൽക്കുക എന്നതിനോട് വിടവാങ്ങി മുസ്ലിങ്ങൾ ഐക്യത്തോടു കൂടി ആദർശത്തിൽ ജീവിക്കുന്നവരാക്കി മാറ്റാൻ. സുബ്ഹാനല്ലാഹ്. എന്നിരിക്കെ പിന്നെ എങ്ങനെയാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ദൂരപ്പെടുത്താൻ പരിശ്രമിക്കുക? അവൻ്റെ കുറവ് കണ്ടുപിടിച്ചു, ഉള്ളതോ ഇല്ലാത്തതോ അവൻ്റെ ഹൃദയത്തിൽ കുറിച്ചു, മറ്റുള്ളവൻ്റെ കുറവ് കണ്ടുപിടിച്ചു, എന്നിട്ട് ഇല്ലതോ ഇല്ലാത്തതോ ഇവൻ്റെ ഹൃദയത്തിൽ കുറിച്ചു, എന്നിട്ട് തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി നിന്നെക്കുറിച്ച് അവൻ അങ്ങനെ പറഞ്ഞു എന്ന് ഇവനോട് മറ്റവനോട് നിന്നെക്കുറിച്ച് ഇവൻ ഇങ്ങനെ പറഞ്ഞു എന്നും, അങ്ങനെ അവസാനം അവർ രണ്ടുപേരുടെ ഇടയിലുള്ളതായ ഭിന്നിപ്പിന് ഇവൻ കാരണമായി തീരുക. അതാണ് റസൂലുള്ളാഹി പറയുന്നത്, ലാ യദ്ഖുലുൽ ജന്നത ഖത്താത്ത് ലാ യദ്ഖുലുൽ ജന്നത നമ്മാം. നമ്മാമ് ഖത്താത്ത് എന്ന് പറഞ്ഞാൽ ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. ആ ഏഷണി എന്ന പാപത്തിന് തക്കതായ പ്രതികാരം പരലോകത്തിൽ കിട്ടാതെ എന്നർത്ഥം. അങ്ങനെ തന്നെയാണ് മരിക്കുന്നതെങ്കിൽ, തൗബ ചെയ്തിട്ടില്ലെങ്കിൽ, തൗബ അള്ളാഹ് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവൻ തൗഹീദോട് കൂടി മരിച്ച ആളാണെങ്കിലും അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച, അള്ളാഹ്ക്ക് മാത്രം ആരാധിച്ച്, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കി, അള്ളാഹ്ക്ക് മാത്രം ജീവിച്ച് മരിക്കാൻ തീരുമാനിച്ച, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഫിറ്റാക്കിയതായ അത്തഹിയ്യാത്തു അസ്സലവാത്തു വത്തയ്യിബാത്തു എന്ന എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആരാധനകളും ലില്ലാ റബ്ബിന് മാത്രമാണ് എന്ന് നമസ്കാരത്തിൽ പറഞ്ഞത് അകത്തും പുറത്തും നടപ്പാക്കി ജീവിച്ച ഒറിജിനൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആശയാദർശം ഉൾക്കൊള്ളുന്ന വ്യക്തിയായാലും അദ്ദേഹം ഒരു മുസ്ലിമിനെ പരദൂഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏഷണി നടത്തിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന്റെ തോതനുസരിച്ചിട്ട് പരലോകത്തിൽ ശിക്ഷ ലഭിക്കാതെയോ അല്ലെങ്കിൽ അള്ളാഹ് അവന്റെ പാശ്ചാത്തം സ്വീകരിക്കാതെയോ ആണ് അവൻ മരിച്ചതെങ്കിൽ അവന് നരകത്തിൽ പോകേണ്ടി വരും എന്നതാണ് ഈ പള്ളിയിൽ നമസ്കരിച്ചവരും നമ്മുടെ കണ്ണിലുണ്ണിയുമായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇപ്പോൾ മനസ്സിലായില്ലേ എന്താണ് ഏഷണി, എന്താണ് പരദൂഷണം? അപ്പോൾ ഇന്ന് മക്ക ഇമാം ഡോക്ടർ സാലിഹ് ഇബ്നു ഹുമയ്യിദ് പ്രസംഗിച്ച ഖുതുബയിൽ സംസാരിച്ച ഏഷണി എന്നത് മുസ്ലിം ലോകത്തിന്റെ സാമൂഹിക പ്രശ്നങ്ങളെയും അതുപോലെ തന്നെ ഐക്യത്തെയും എല്ലാം ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നല്ലാതെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തി മാത്രമായുള്ളതായ ബന്ധത്തെക്കുറിച്ചല്ല ആ പറഞ്ഞ ഏഷണി കൊണ്ട് വിവക്ഷ. ഭാഷാടിസ്ഥാനത്തിൽ അറബി ഭാഷയിൽ അത്തഹരീഷു വൽഇഗ്റാഉ വറഫ്ഉൽ ഹദീസ് അലാ വജ്ഹിൽ ഇശാഅ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ അങ്ങും ഇങ്ങും ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഇളക്ക, അതാണ് അറബി ഭാഷയിൽ നമീമ എന്ന പദം കൊണ്ട് വിവക്ഷ. എന്നാൽ സാങ്കേതിക അർത്ഥം നഖ്ലു കലാമിൻ നാസി ബഅദഹും ഇലാ ബഅദ് അലാ ജിഹത്തിൽ ഇഫ്സാദ്, മനുഷ്യന്മാരുടെ വാക്കുകൾ ഒരു ഭാഗത്തിൽ നിന്നിട്ട് മറ്റൊരു ഭാഗത്തിലേക്ക് ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി, ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി നഖൽ ചെയ്യുക. ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുകൊടുക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുകൊടുക്കുക. ചില ആൾക്കാരുടെ ഡ്യൂട്ടി തന്നെ അതാണ്. അള്ളാഹു എല്ലാവരെയും ഹിദായത്തിലാകട്ടെ. മൂപ്പർക്ക് ഉറക്കം വരില്ല.
മൂപ്പർക്ക് ഉറക്കം വരണമെങ്കിൽ ആ ഫോണിൽ നിന്ന് വിളിച്ച് പറയണം എന്തിന് മറ്റാളെ കുറ്റം, ആ കണ്ട കുറവ്, എന്നിട്ട് ഇയാളെ തമ്മിൽ തെളിപ്പിക്കണം. മൂപ്പര് ഉണരുന്നതിന് മുമ്പ് പിശാചിന്റെ പ്രതിനിധിയായിട്ട് വർക്ക് ചെയ്യുക. സുബ്ഹാനല്ലാഹ്, പിശാചിന്റെ പ്രതിനിധിയായിട്ട് വർക്ക് ചെയ്യുക. മുസ്ലിങ്ങളെ ഐക്യത്തിന് വേണ്ടിയാണ് അള്ളാഹിന്റെ ദൂതർ ഇവിടെ ജീവിച്ചത് മുഴുവനും. നോക്കൂ നിങ്ങൾ, മദീനയിൽ റസൂൽ ജീവിച്ച സന്ദർഭത്തിൽ ഉണ്ടാകുന്ന സർവ്വ അനൈക്യത്തിന് അറുതി വരുത്താൻ വേണ്ടി മുസ്ലിങ്ങളുടെ ഇടയിൽ മുആഹാത്ത് ഉണ്ടാക്കി. അത് വിദേശികളുമായിട്ടാണ് സാധാരണ അനൈക്യം ഉണ്ടാവാൻ സാധ്യത. നാം സാധാരണ ഇവിടെ പറയാറുള്ളത് പോലെ തെക്കറ് വടക്കറ് പടിഞ്ഞാറന്മാര് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങും ഇങ്ങും തരം താഴ്ത്തൽ എപ്പോഴും വിദേശികളിലാണ് ഉണ്ടാവുന്നത് എന്നതുകൊണ്ട് പുതുമുഖങ്ങളായ മുഹാജിറുകളായ സഹാബാക്കൾ റളിയല്ലാഹു തആല അൻഹും മദീനയിലേക്ക് വന്നപ്പോൾ ഈ നാട്ടുകാരായ അൻസാറുകളുടെ ഇടയിൽ അവരുടെ ഇടയിൽ യോജിപ്പുണ്ടാവാൻ വേണ്ടി എന്ത് ചെയ്തു? മുആഹാത്ത് ഉണ്ടാക്കി. ഭിന്നിപ്പുണ്ടാവരുത് എന്ന് മാത്രമല്ല, അവരുടെ ഐക്യത്തോടു കൂടിയുള്ള ജീവിതത്തിന് തടസ്സമുണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ നാട്ടിൽ ജീവിക്കുന്ന മറ്റൊരു വിഭാഗം അവരാരാണ്? ജൂതന്മാര്. അവരുമായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടമ്പടി ഉണ്ടാക്കി, കരാറുണ്ടാക്കി. സുബ്ഹാനല്ലാഹ്, നോക്കൂ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐക്യത്തിന് അനിവാര്യമായ എല്ലാ കളമൊരുക്കൽ ഇവിടെ നടത്തി. എപ്പോഴെങ്കിലും ഭിന്നിപ്പുണ്ടാകുമ്പോൾ ജാഹിലിയ്യ കാലഘട്ടത്തിലുള്ളതായ നീച ചിന്താഗതിയും ഭിന്നിപ്പുമായി നിങ്ങൾ നടക്കുകയാണോ? ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജീവിച്ചിരിക്കവേ, ഞാൻ ഇവിടെ ജീവിച്ചിരിക്കവേ നിങ്ങൾ ഭിന്നിക്കാനോ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികൾ ഏകോദര സഹോദരന്മാരാണ്. ഫഅസ്ലിഹു ബൈന അഖവൈക്കും, അവരുടെ ഇടയിലുള്ളതായ ആ സഹോദര്യ ബന്ധത്തെ നിങ്ങൾ എപ്പോഴും സ്ഥാപിക്കണം, നിലനിർത്തണം, അത് നടപ്പാക്കിക്കൊണ്ടേയിരിക്കണം എന്ന ആ തത്വം നാം നടപ്പാക്കിയില്ലെങ്കിൽ, പ്രത്യേകിച്ച് എൻ്റെ സദസ്യരായ മദീന മക്ക പട്ടണത്തിൽ കറങ്ങാൻ അള്ളാഹ് ചാൻസ് നൽകിയവർ നടപ്പാക്കുന്നില്ലെങ്കിൽ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ പിന്നാരാ നടപ്പാക്കുക? നമുക്കല്ലേ ഖുർആൻ അള്ളാഹു ഇറക്കിയത്? നമുക്കല്ലേ റസൂലുള്ളാഹിന്റെ നാവിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഷറഫാക്കപ്പെട്ട വായയിൽ നിന്നിട്ട് സഹാബാക്കൾ ശ്രദ്ധിച്ചതായ ആ പ്രവാചക പ്രഭുവിന്റെ പ്രവചനം ഇറക്കിയത്? അതും റബ്ബ് ഇറക്കിയത് തന്നെ അല്ലേ? അത് നാം നടപ്പാക്കാനല്ലേ? അതെ. അപ്പോൾ എന്ത് വേണം? ഇന്ന് മക്ക ഇമാം ചർച്ച ചെയ്ത വിഷയമാകുന്ന അന്നമീമ എന്ന ആ ഏഷണി നാം ഒരിക്കലും അരുത്. അത് പാടുള്ളതല്ല, ഒരിക്കലും പാടുള്ളതല്ല. അത് നമ്മുടെ അമൽ നഷ്ടപ്പെട്ടു പോകാൻ നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ, ഖബറിൽ വരെ ശിക്ഷ ലഭിക്കാൻ കാരണമാണെന്ന് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അള്ളാഹു മക്ക കാഫിരികൾ എന്നിട്ട് ചില തോന്നിവാസികൾ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ച ശൈലിയിൽ ഞാൻ ഓതിയതായ ആയത്തുകളിൽ അള്ളാഹു പറയുന്നുണ്ട്, ഫലാ തുതിഇൽ മുകദ്ദിബീൻ, കളവാക്കുന്നവരെ നിങ്ങൾ അനുസരിക്കരുത് ദൂതരെ. വദ്ദൂ ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ, അവർക്ക് പോതി അവരിങ്ങനെ നമ്മുടെ ഭാഷയിൽ സോപ്പിടാ, നിങ്ങൾ സോപ്പിട്ട് അവരിലേക്ക് അടുപ്പിക്കാൻ നോക്കാം, നിങ്ങൾ സോപ്പിടട്ടെ എന്ന്. നിങ്ങൾ അടുക്കാൻ ലയിക്കാൻ നമ്മുടെ നാട്ടിലൊക്കെ പറയാറുള്ളതായ ആ മുസ്ലിം ലയനം പോലും. എന്തിനാ ലയനം? എങ്ങനെയാ ലയനം? ആദർശം അടിയറ വെച്ചുകൊണ്ട് ലയനം. എന്നിട്ടോ ഉറൂസ് കമ്മിലി ശേഖരൻ ആജി മുഹമ്മദ് ആജി മെമ്പർമാരെ, ഉറൂസ് കമ്മിറ്റിയിലെ മെമ്പർമാരാരാണ്? ഉറൂസ് കമ്മിറ്റി മെമ്പർമാരാണ് മൈസൂർ സ്റ്റേറ്റ് നേതാക്കളായ ഹിന്ദുക്കൾ, അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് നേതാക്കളായ ഹിന്ദുക്കൾ, അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നതായ ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്ന അജിമാർ, എല്ലാം ഒന്നിച്ചിട്ടാണ്. സുബ്ഹാനല്ലാഹ്, എന്തിന്റെ പേരിൽ? ഐക്യമാണ് പോലും, ഐക്യം. അതുകൊണ്ട് ഇപ്പോൾ അടുത്ത് വന്ന റിപ്പോർട്ടിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു, 1000 ചാക്കരി അമ്പലത്തിൽ നിന്നിട്ട് ഖബറിലേക്ക്. നിങ്ങൾ വായിച്ചില്ലേ പത്രത്തിൽ? നമ്മുടെ ഭാഗത്താണ് 1000 ചാക്കരി. എന്തോടോ ഈ കേൾക്കുന്നത്? അള്ളാഹു റസൂല് മദീനയിൽ വന്ന ശേഷം ഹജ്ജിനോ ഉംറക്കോ യുദ്ധത്തിനോ അല്ലാതെ ഇവിടുന്ന് പോയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഹജ്ജിന് പോയതായ സന്ദർഭത്തിൽ നിങ്ങൾക്കറിയാം, മക്കയിൽ പോയത് എപ്പോഴാണ്? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. മക്ക റിപ്പബ്ലിക് നടത്തിയ ശേഷം ആ മക്ക റിപ്പബ്ലിക്കിൽ അവിടെയുള്ള എല്ലാ കാഫിരീങ്ങളുടെ നബിയുടെ തലവട്ടണമെന്ന് പൂതി വെച്ച് നബിയുടെ വീട് വളഞ്ഞവരും അല്ലാത്തവരും അവിടെ ആയിരക്കണക്കിന് ഒരുമിച്ച് കൂടിയതായ വിഭാഗം ഇപ്പോൾ മുഹമ്മദ് ഞങ്ങളുടെ കഴുത്ത് വെട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ഞാൻ നിങ്ങളെ എന്ത് കാട്ടും? അവർ പറഞ്ഞു, അഖുൻ കരീം, മാന്യനായ സഹോദരൻ, ഒബ്നു അഖിൻ കരീം, മാന്യനായ സഹോദരന്റെ മകൻ. ഞങ്ങൾ
മാന്യതയാണ് നിങ്ങൾ എന്നിട്ട് പ്രതീക്ഷിക്കുന്നത് എന്ന്. അപ്പോൾ റസൂലുള്ളാഹിന്റെ മറുപടി, ഇദ്ഹബൂ, പോയിക്കൊള്ളീൻ, അൻതുമു തുലഖാ, നിങ്ങൾക്ക് ഞാൻ ഒഴികി നൽകിയിരിക്കുകയാണ്. നിങ്ങളെ ഞാൻ ഇവിടെ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പകരം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ എന്നെ നാട് കടത്തിയാലും നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാനിട്ടാലും എന്ന് പറഞ്ഞുകൊണ്ട് വന്നതായ ദൂതർ ഹജ്ജ് നിർബന്ധമായ 6ാമത്തെ ഒരഭിപ്രായത്തിൽ വർഷത്തിൽ പോയില്ല, 7-ൽ പോയില്ല, 8-ൽ പോയില്ല, 9-ൽ അബൂബക്കറിനെ അയക്കുന്നു റളിയല്ലാഹു തആല അൻഹു. കൂടെ അലിയിനെയും, അലിയിന്റെ കൂടെ സൂറത്തുൽ ബറാഅ. എന്താണ്? അമുസ്ലിങ്ങൾക്ക് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ശിർക്ക് ചെയ്യുന്ന വിഭാഗങ്ങൾക്ക് ഇനിമേലിൽ മക്കയിൽ പ്രവേശനമില്ല, മക്ക അവർ ഒഴിവാക്കണം എന്ന ആയത്തുള്ളതായ ഫലാ ഇന്നമൽ മുശ്രികൂന നജസ്, ശിർക്ക് ചെയ്യുന്നവർ അഴുക്കാണ്, നജസാണ്. ഫലാ യഖറബുൽ മസ്ജിദൽ ഹറാമ ബഅദ ആമിഹിം ഹാദാ, ഈ വർഷം കഴിഞ്ഞാൽ ഈ മക്കയിൽ അവർ കടക്കാൻ പാടില്ല, അടുക്കാൻ പാടില്ല എന്ന ആയത്ത് ഉൾക്കൊള്ളുന്നതായ ആ സൂറത്തു തൗബയുമായിട്ട് അലിനെയും അയക്കുന്നു റളിയല്ലാഹു തആല അൻഹു. ആ അലി പിന്നെയാണ് പോകുന്നത്. ആദ്യം അബൂബക്കറും ഹജ്ജിന്, ഹിജ്റയുടെ 9ാമത്തെ വർഷം, മറക്കരുത് തീയതി മറക്കരുത്, 9ാമത്തെ വർഷം. എന്താ റസൂല് പോവാത്തത്? ഹജ്ജ് നിർബന്ധമായിരിക്കാണ്, റസൂല് പോയില്ല. എന്തിനാണ്? ഈ സൂറത്തു തൗബ അവിടെ പ്രഖ്യാപിച്ചു. അതിലെന്തുണ്ട്? നിങ്ങൾക്ക് 4 മാസം അവധിയുണ്ട്. 4 മാസം കഴിഞ്ഞാൽ നിങ്ങൾ എന്നിട്ട് ഒരാളും മക്കയിലുണ്ടാവാൻ പാടില്ല. ഒരു വ്യക്തി, ഒരു ശിർക്ക് ചെയ്യുന്ന വ്യക്തി, ഒരു അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുന്ന, അറക്കുന്ന ഏത് ഖൗമും ഈ ഖുർആനിന്റെ മെയിൻ തത്വമാകുന്ന 437 തവണ ചർച്ച ചെയ്ത ഈമാൻ, ഏകദൈവ വിശ്വാസം, അതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ മക്കയിൽ താമസിക്കാൻ പാടില്ല എന്ന പ്രഖ്യാപനം നടന്നു. ആ പ്രഖ്യാപനം നടന്ന ശേഷം റസൂലുള്ളാഹി പിറ്റേത്തെ വർഷമാണ് മക്ക ക്ലിയറായ ശേഷം ലയനമില്ല, അള്ളാഹുവിന്റെ ശത്രുക്കളുടെ ലയനമില്ല. നിന്റെ അയൽവാസിയാണ് ശേഖരനെങ്കിൽ അവന് അയൽവാസിയുടെ അവകാശം കൊടുക്കാം. അതെന്തിനാണ്? അവനോടുള്ള സ്നേഹം കാട്ടാൻ വേണ്ടിയല്ല, ലയനം കാട്ടാൻ വേണ്ടിയല്ല. പിന്നെയോ ഈ ഇസ്ലാം നല്ല മതമാണെന്ന് അവന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഈ ഇസ്ലാം എല്ലാവർക്കും അവകാശികൾക്ക് അവകാശം കൊടുക്കുന്ന മതമാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നല്ലാതെ ശേഖരനോടുള്ള കമ്പം കൊണ്ടോ സ്നേഹം കൊണ്ടോ ബന്ധം കൊണ്ടോ അല്ല പറഞ്ഞത്. എന്താ കൂട്ടരെ നമ്മുടെ ഖൗമ് കാട്ടുന്നത്? ദീനിന്റെ പേരിൽ അല്ലാഹു അവരെ ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. ഫലാ തുതിഇൽ മുകദ്ദിബീൻ വദ്ദൂ ലൗ തുദീനു ഫയദ്ഹിനൂൻ വലാ തുതിഇ കുല്ല ഹല്ലാഫിൻ മഹീൻ വലാ തുതിഇ കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശാഇൻ ബിനമീം. കള്ളം സ്ഥിരീകരിക്കാൻ വേണ്ടി, പറയുന്ന കളവ് സ്ഥാപിക്കാൻ വേണ്ടി പച്ച കള്ള സത്യം ചെയ്തുകൊണ്ടേയിരിക്കുന്ന വിഭാഗത്തിനെ നിങ്ങൾ അനുസരിക്കരുത്. അത് പണ്ട് കാഫിറുകളെ കുറിച്ച് റബ്ബ് പറഞ്ഞതാണ് എങ്കിലും അതുപോലെ സ്വന്തം പറയുന്ന ആ വാക്ക് സ്ഥാപിക്കാൻ വേണ്ടി കള്ളസത്യം ചെയ്യാൻ നാം പഠിച്ചില്ലേ? ഇല്ലേ? നാം ചിലരൊക്കെ കടയിൽ, ഞാൻ തന്നെ മലയാളികളെ കണ്ടിട്ടുണ്ട്, വല്ലാഹി ഇത് മേഡ് ഇൻ ജപ്പാനാണെന്ന് പറയുന്ന ആൾക്കാരെ. അത് മേഡ് ഇൻ ജപ്പാൻ അല്ലാന്ന് മൂപ്പർക്ക് അറിയാം. അതിൻ്റെ മീതെ മേഡ് ഇൻ ജപ്പാൻ എന്ന് മൂപ്പരനെ എഴുതിയതാണേ. എന്തിനാണ്? ചരക്ക് നടക്കാൻ വേണ്ടി. അതുപോലെ സ്വത്ത് സമ്പത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി കള്ളസത്യം, കള്ളസാക്ഷി ഒക്കെ നിൽക്കുക, അത് മഹാപാപമാണ് എന്നാണ് ഖുർആനും സുന്നത്തും പഠിപ്പിച്ചത്. ഹമ്മാസിൻ മശാഇൻ ബിനമീം, ഗീബത്ത് പറയുന്ന ആളും നമീമത്ത് പറയുന്ന ആളും എന്ന് അല്ലാഹു ആക്ഷേപിച്ചിട്ട് അവരെക്കുറിച്ച് സംസാരിച്ചു. നമ്മുടെ വിഷയം ഇന്ന് മക്ക ഇമാമ ചർച്ച ചെയ്ത വിഷയമാണ് നിങ്ങൾ കേൾക്കുന്നത്. മശാഇൻ ബിനമീം, നമീമത്തുമായി നടക്കാൻ പാടില്ല. അഥവാ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ അവനിലുള്ളതോ ഇല്ലാത്തതോ അവൻ്റെ മറവിൽ വെച്ച് പറയൽ, അത് ഗീബത്താണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി കുറ്റം പറഞ്ഞിട്ട് അവരുടെ ഇടയിൽ അടുപ്പിച്ച് പ്രയാസപ്പെടുത്തൽ, അത് നമീമത്താണ്. ഇത് രണ്ടും വൻദോഷമാണ്, മഹാപാപമാണ്. ഇത്തരം പാപങ്ങൾ തൗബ ചെയ്യുന്നതിന് മുമ്പ് ക്ലിയർ ആക്കണം. തൗബ ചെയ്യുന്നതിന് മുമ്പ് എന്ത് വേണം? റംളാൻ വരാണ്. പലർക്കും തോന്നാറുണ്ട് റംളാൻ വരുമ്പോൾ തൗബ ചെയ്താൽ, എന്നിട്ട് റംളാൻ നിസ്കരിച്ചാൽ തടികയിച്ചാലായി. അതൊന്നും അള്ളാൻ്റെ അടുക്കൽ നടക്കൂല. അള്ളാൻ്റെ അടുക്കൽ ക്യൂ ക്ലിയർ ആവണം. സ്വർഗത്തിലേക്ക് പോകുന്ന ക്യൂവിൽ തന്നെ എപ്പോഴും നിന്നുകൊണ്ടേയിരിക്കണം. ക്യൂ മാറിയിട്ട് കൊല്ലത്തൊരു പ്രാവശ്യം ക്യൂവിലേക്ക് വരിക, എന്നിട്ട് പെരുന്നാൾ രാത്രി ആകുമ്പോൾ ക്യൂ മാറി നിൽക്കുക, അത് പറ്റൂല അള്ളാൻ്റെ അടുക്കൽ. കാരണം ഈ ക്യൂ മാറി നിൽക്കുന്ന സമയത്ത് മലക്കുൽ മൗത്ത് വരികയാണെങ്കിൽ നീ എവിടേക്ക് പോകും? ശ്രദ്ധിക്കണം. നീ ക്യൂ മാറി എപ്പോഴാണ് നിനക്ക് മലക്കുൽ മൗത്ത് വരാന്ന് അറിയില്ലല്ലോ.
മലക്കുൽ മൗത്ത് വരുന്നത് ഏത് സമയത്തും വരാം. നാം ഇപ്പോൾ നിസ്കരിച്ചു മയ്യത്തിന് അല്ലേ, മയ്യത്തുകൾക്കാണ് നമ്മൾ നിസ്കരിക്കുന്നത് കൂട്ടത്തോടുകൂടി. നാട്ടിൽ നിന്നിട്ട് വരുന്ന ഉംറക്കാരും ഹജ്ജിന് വരുന്നവരൊക്കെ ചോദിക്കും, നിങ്ങളോടും ചോദിച്ചിരിക്കാം, അവിടെ എന്നും മയ്യത്തുണ്ടോ അല്ല വെറുതെ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇല്ല, അങ്ങനെയുള്ള ചോദ്യം ഒരാഴ്ച മുമ്പ് മറ്റേ എന്നോട് ഒരാചാര്യ ചോദിച്ചു, ഒരു ഉംറക്കാരൻ ചോദിച്ചു. അല്ല, അവിടെ മയ്യത്തുകൾ ധാരാളം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. കാരണം മദീനയിൽ ഒരു ഖബർസ്ഥാനമാണ് ശരിക്കും ഉപയോഗപ്പെടുത്തുന്ന ഖബർസ്ഥാനം. മക്കയെ പോലെ കൂടുതൽ ഖബർസ്ഥാനം ഇവിടെ ഇല്ല. അതുകൊണ്ട് മദീന എന്ന് പറയുന്ന വിശാലമായ നാട്ടിൽ നിന്നിട്ട് വരിക്കുന്നവരെല്ലാം ഇവിടെയാണ് കൊണ്ടുവരപ്പെടുക. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മയ്യത്തുകൾക്ക് ദൈനംദിനം നമസ്കരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് തോന്നേണ്ടതില്ലേ, അതിൽ നിന്നിട്ട് പാഠം പഠിക്കേണ്ടതില്ലേ? ഞാൻ അവനെ കുറ്റം പറഞ്ഞ് ജീവിച്ചാൽ, ഞാൻ അവൻ്റെ നമീമത്തും ഗീബത്തും പറഞ്ഞ് ജീവിച്ചാൽ, പെട്ടെന്ന് മലക്കുൽ മൗത്ത് വരികയാണെങ്കിൽ തൗബ സ്വീകരിക്കാതിരുന്നാൽ ഞാൻ പെടൂലേ? തൗഹീദോട് കൂടി മരിച്ചാലും പെടുമെന്ന് കേട്ടില്ലേ? തൗഹീദോട് കൂടി മരിച്ചാലും പെടും. എന്തുകൊണ്ട്? ആ കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നതാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഏത് വാക്കിൻ്റെ അർത്ഥം? ലാ യദ്ഖുലുൽ ജന്നത, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല നമ്മാം, ഏഷണിക്കാരൻ എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹോദരന്മാരെ, സഹോദരികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിൻ്റെ അടുക്കൽ വിട്ട് കിടന്നപ്പോൾ 2 ഖബറുകൾ, ആ ഖബറിൻ്റെ അടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ളതായ ഈത്തപ്പനയുടെ 2 എടുത്ത് കഷ്ണം ചിട്ട് അതിൽ നാട്ടിക്കൊടുത്തു. പറയുകയുണ്ടായി, ഇത് പച്ചയായിരിക്കുന്ന കാലത്തിൽ അള്ളാഹുവിൻ്റെ ദൂതർ അവിടെ സ്ഥാപിച്ചതായ അതിലൂടെ അവർക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന, അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന ശിക്ഷയിൽ നിന്നിട്ട്, അവർ ഖബറിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശിക്ഷയിൽ നിന്നിട്ട് അതിൽ ലഘൂകരണം ലഭിക്കും എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. എന്നിട്ട് റസൂൽ കൂട്ടിച്ചേർത്തു, അവർ 2 പേരെ ശിക്ഷിക്കപ്പെടുന്നത് നിങ്ങളുടെ ദൃഷ്ടിയിൽ അത് എന്തല്ല, വലിയ പാപമല്ല, പക്ഷെ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ വലിയ പാപമായിരുന്നു അത്. അതെന്താണ്? അമ്മ അഹദുഹുമാ, ഒരാള് കാന യംശി ബിൻ നമീമ, അദ്ദേഹം ഒരു മുസ്ലിങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി നമീമത്ത് പറഞ്ഞു നടക്കുന്ന ആളായിരുന്നു. മുസ്ലിങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി നമീമത്തും പറഞ്ഞ് നടക്കും. ഇയാളെ കുറ്റം അയാളുടെ, അയാളെ കുറ്റം ഇയാളോട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഖബറിൽ വരെ ഇത് എന്താണ്? ഡിന്നറല്ല, ബ്രേക്ക്ഫാസ്റ്റ് ആണ്. മനസ്സിലായില്ലേ? ഖബർ എന്നൊക്കെ പറഞ്ഞ ഡിന്നർ അവിടെയാ കിട്ടാൻ പോകുന്നത്. ചെറിയ ചെറിയ ശിക്ഷകളെ കൊണ്ട് നാം നിങ്ങളെ പരിശോധിക്കും. ദൂനൽ അദാബിൽ അക്ബർ, ഭയാനകമായ പരലോക ശിക്ഷ വേറെ തന്നെയുണ്ട്. ലഅല്ലഹും, എന്തിനാണ്? ചിന്തിക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി, ഓർക്കാൻ വേണ്ടി, നന്മയിലേക്ക് മടങ്ങാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. ഇനിമേലിൽ ഓരോരുത്തരും, ഞാൻ അടക്കമുള്ള ഓരോരുത്തരും നാവിനെ സൂക്ഷിക്കുക. ഖബറിൽ ശിക്ഷയുണ്ട്. നമീമത്ത് പറഞ്ഞവർക്കെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി നബി ഇഷ്ടാനുസരണം പറയൂല. ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹ, വഹയിലൂടെ മാത്രമേ പറയുകയുള്ളൂ. അള്ളാഹ് പറഞ്ഞതാണ് റസൂൽ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, അതുപോലെ തന്നെ ഇത് സഹീഹായ ഹദീസിൽ റസൂലുള്ളാഹി ഖബറാളികളെ കുറിച്ച് പറഞ്ഞത് ഹദീസിനെ കുറിച്ച് പറയുമ്പോൾ പഠിച്ചോളി, മുത്തഫഖുൻ അലൈഹി ആണ് ഹദീസ്. മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തതാണ്. ഖുർആൻ കഴിഞ്ഞാൽ, പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ തൊട്ട് നാം ശക്തിയുള്ളതായിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ 3 വക്തുകാരെ പോലെ ഹദീസ് നിഷേധികളായിട്ട് മുർത്തദ്ദുകളായി തള്ളപ്പെട്ടു പോകും. ഇസ്ലാമിൽ നിന്നിട്ട് ഗേറ്റൗട്ടായി പോകും ഹദീസ് നിഷേധികളായി മാറിയാൽ. അപ്പോൾ ഇസ്ലാം സ്ഥാപിച്ച, അംഗീകരിക്കേണ്ട സഹീഹായ ഹദീസിലുള്ളതാണ്. 2ാമത്തെ ആള് കാന ലാ യസ്തബ്ര, അദ്ദേഹം സൂക്ഷ്മത പാലിക്കാറുണ്ടായിരുന്നില്ല. എന്തിൽ? മൂത്രിക്കുന്നതിൽ. അത് പണ്ടുള്ള കാലഘട്ടത്തിനേക്കാളും കൂടുതൽ വ്യാപകം ഇന്നത്തെ യുഗത്തിലാണ്. എന്താ അത്? ഫിറ്റ് പാൻറ് ധരിക്കുന്നതുകൊണ്ട് തന്നെ. ഫിറ്റ് പാൻറ് ധരിച്ചാൽ പകുതി മൂത്രം തലസ്ഥാനത്ത് തന്നെ, പകുതി പാൻറിൽ, അങ്ങനെയാണ്. അതുകൊണ്ട് ഫിറ്റ് പാൻറ് ധരിക്കുന്നവർ അധികരിച്ചത് കൊണ്ട്, വർദ്ധിച്ചത് കൊണ്ട്, ഞാൻ 10-25 വർഷം മുമ്പ് കുറേ പ്രാവശ്യം അറബ് രാഷ്ട്രം സന്ദർശിച്ച കൂട്ടത്തിൽ അസ്ഹർ സർവകലാശാലയിൽ ചെന്നപ്പോൾ അവിടെ ഞാൻ ഹമ്മാം അന്വേഷിച്ചു, കക്കൂസ് അന്വേഷിച്ചു. അസ്ഹർ സർവകലാശാലയിൽ. അപ്പോൾ ഇങ്ങനെ നിന്ന് പാത്താനുള്ള പരിപാടിയാണ്. മനസ്സിലല്ലേ? എന്താ? എല്ലാവരുടെയും ഡ്രസ്സ് പാൻറ്റാണ്. പാൻറ് ധരിക്കുക എന്നതിലല്ല ഇവിടെ
പ്രതിഷേധം. പാൻറ് സിർവാലിനോട് തുല്യതയുള്ള ലൂസായതാണെങ്കിലും ശരീരം തുറിച്ച് കാണുന്നതല്ലെങ്കിലും അത് നെരിയാണിക്ക് താഴെ താഴ്ന്നു പോകുന്നതല്ലെങ്കിലും മടക്കിയാലും പൊങ്ങാത്ത രൂപത്തിലുള്ളതല്ലെങ്കിലും എന്താക്കാം, ധരിക്കാമെന്നാണ് തന്നെയാണ് അവരുടെ നാട്ടിലുള്ള മുസ്ലിങ്ങൾ ധരിക്കുന്ന ഡ്രസ്സായി മാറിപ്പോയിട്ടുണ്ടെങ്കിലും ധരിക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാരുടെ നിഗമനം. അതല്ല പിന്നെയോ ഫിറ്റ് പാൻറ് ധരിക്കുമ്പോൾ അത് ഒഴിവാക്കാൻ നിസ്കരിക്കുന്ന ആള്, അള്ളാഹുമായി ബന്ധപ്പെട്ട ആള് എല്ലായിടങ്ങളിലും എല്ലാ സന്ദർഭത്തിലും അവൻ നമസ്കാരത്തിന് ഒരുങ്ങിക്കൊണ്ടേ ഇരിക്കണം. നമസ്കരിക്കുന്നതിനൊരു തടസ്സം അവൻ്റെ മുമ്പിൽ വരരുത്. ഉദു അവൻ്റെ ആയുധമായി മാറണം. ഏത് സമയത്തും പള്ളി അവൻ്റെ ഓർമ്മയിലുണ്ടാവണം, അല്ലെങ്കിൽ നമസ്കാര സമയം ഓർമ്മയിലുണ്ടാവണം. പള്ളിയുടെ കുറവ് അവൻ്റെ വീഴ്ച ഓർമ്മയിലുണ്ടാവണം. ആ വീഴ്ച നികറ്റാൻ, പിരിവുണ്ടാക്കാൻ, രംഗത്തിറങ്ങാൻ, സേവിക്കാൻ അവനെ പ്രേരിപ്പിക്കണം. അതിൽപ്പെട്ടതാണ് ഫിറ്റ് പാൻറ് ധരിക്കുമ്പോൾ നിസ്കരിക്കാൻ തോന്നിയിട്ടില്ല, നിസ്കരിക്കാൻ ഒരുങ്ങിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ധരിക്കുകയില്ലായിരുന്നേനെ എന്ന് മാത്രമല്ല, പലപ്പോഴും സ്ത്രീകളോട് ചോദിക്കപ്പെട്ടാൽ മറുപടി കിട്ടും, നിങ്ങൾക്ക് വികാരമുണ്ടാകും പോലെ ഞങ്ങളുടെയും വികാരം ഇളകും, പുരുഷന്മാരുടെ ശരീരം തുറിച്ച് കാണുന്ന രൂപത്തിൽ അവർ ഡ്രസ്സ് ധരിക്കുമ്പോൾ എന്ന് പറയുന്ന സ്ത്രീകളെ നമുക്ക് കാണാം. അപ്പോൾ അത് നാം ശ്രദ്ധിക്കണം. നമ്മോട് മാത്രമല്ല അള്ളാഹ് പറഞ്ഞത് കണ്ണുപൂട്ടാൻ, അവരോടും പറഞ്ഞു. അവരോട് മാത്രമല്ല അള്ളാഹു പറഞ്ഞ കണ്ണുപൂട്ടാൻ, നമ്മോടും പറഞ്ഞു. രണ്ട് ഇനങ്ങളെ പ്രത്യേകം, കുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും. സത്യവിശ്വാസികളോട് നിങ്ങൾ പറയൂ ദൂതരേ, അവരുടെ കണ്ണ് അവർ പൂട്ടട്ടെ. യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും, അവരുടെ ഗുഹ്യസ്ഥാനത്തെ അവർ സംരക്ഷിക്കട്ടെ. ദാലിക അസ്കാ ലഹും, അതാണ് അവർക്ക് ഉത്തമമായ ശൈലി. അവരുടെ സംരക്ഷണത്തിന്, അവരുടെ ആത്മീയ വളർച്ചയ്ക്ക്, സംരക്ഷണത്തിന്, പരിഷ്കരണത്തിന് നല്ലതാണ്. വഖുല്ലിൽ മുഅ്മിനാതി, സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങളോട്, സ്ത്രീകളോട് നിങ്ങൾ പറയുക, യഗ്ദുദ്ന മിൻ അബ്സാരിഹിന്ന, അവർ അന്യപുരുഷന്മാരെ വികാര നോട്ടം നോക്കാതിരിക്കട്ടെ. വയഹ്ഫദുന ഫുറൂജഹുന്ന, അവരുടെ ഗുഹ്യസ്ഥാനത്തെ അവർ സംരക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, അവർ രണ്ട് വിഭാഗത്തോടും കൽപ്പിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഫിറ്റ് പാൻറ് ധരിക്കുമ്പോഴാണ് അധികവും മൂത്രം ഒഴുകിപ്പോകുന്നതിന് തടസ്സമായി മാറുക എന്നതുകൂടി നാം പഠിച്ചിരിക്കൽ അനിവാര്യമാണ്. എന്തിനാത് ഞാൻ പറഞ്ഞു വന്നത്? റസൂലുള്ളാഹ് കണ്ടു, എവിടെ? ഖബറിൽ കണ്ടു. എന്ത് ശിക്ഷ കണ്ടു? ആരെ? നേർക്ക് നേരെ ശുദ്ധീകരിക്കാതെ പകുതിയാക്കി മാറ്റുന്ന, ശരിക്ക് ശുദ്ധീകരിക്കാത്തതായ, സൂക്ഷ്മത പാലിക്കാത്തതായ ആൾക്കാരെ. അതിൻ്റെ അർത്ഥം സൂക്ഷ്മത എന്ന പദം വസ്വാസായി മാറി കക്കൂസിൽ കടന്നാൽ ഇമാം അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി എന്ന് പറയുന്നവരെ നിങ്ങൾ ഇസ്തിബ്രാ നടത്തണമെന്നല്ല. ഞാൻ ചരിത്രഗ്രന്ഥകർത്താക്കൾ, നമ്മുടെ നേതാക്കൾ വസ്വാസ് എഴുതിയപ്പോൾ എഴുതിയ ഒരു കഥ കണ്ടു. ഞാൻ പറഞ്ഞേക്കാം ക്ഷീണം മാറാൻ വേണ്ടി. അദ്ദേഹം ഇസ്തിബ്രാന്റെ ശൈലിക്ക് വേണ്ടി കക്കൂസിൻ്റെ അകത്ത് കോണി കയറ്റി വെച്ചു എന്നാണ്. കോണി എന്തിനാ? മൂപ്പര് മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ കോണിയുടെ മീതെ കയറിയിട്ട് താഴെ ചാടുമെന്നാണ്. എന്തിനാണ്? മൂത്രം ഇറങ്ങിപ്പോകാൻ. അങ്ങനെയൊന്നും കേട്ടാൽ ആരും പറഞ്ഞിട്ടില്ല കൂട്ടരെ. അതാണ് വസ്വാസ്. അത് പിശാച്ച് നമ്മെക്കൊണ്ട് പന്താടുന്നതാണ്. പിശാച്ച് നമ്മെക്കൊണ്ട് കളിക്കുന്നതാണ്. ശരിക്കും മൂത്രം ഒഴുകിപ്പോയി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ശക്ക് മാറ്റാൻ ചില റിപ്പോർട്ടുകളിൽ കാണുന്നു, ധരിച്ച വസ്ത്രത്തിലേക്ക് വെള്ളം കുടയുക എന്നാൽ പിന്നെ വസ്വാസ് അതോടുകൂടി അറ്റുപോകുകയും ചെയ്യും എന്നതുകൊണ്ട്. മക്ക ഇമാമൻ അവസാനിച്ചിട്ടുള്ള മദീന ഇമാമൻ പറഞ്ഞത് ഫിതനയാണ്. ഫിതന നിങ്ങളോട് ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ വരേക്കും പറഞ്ഞതായ കാര്യമാണ്. ഫിതൻ എന്ന് പറഞ്ഞാൽ വിപത്തുകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ. ഇന്ന് മദീന ഇമാം ഡോക്ടർ അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം സംസാരിച്ച വിഷയം എന്താണ്? മുസ്ലിങ്ങളുടെ ഏത് മേഖലകൾ പരിശോധിച്ചാൽ ഫിതനുകൾ, പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. ഈ ഫിതനുകൾ എന്തിനാണ്? അതിൽപ്പെട്ടതാണ് ഇപ്പോൾ നടക്കുന്നതായ കൊലകൾ. റസൂല് പറഞ്ഞു ഫിതനുകൾ വർദ്ധിക്കുന്ന കാലഘട്ടം ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ഏതുവരെ കൊലകൾ വർദ്ധിക്കും. ഹർജ് ഇമാമ പറഞ്ഞങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. ഹർജ് വർദ്ധിക്കും. ചോദിച്ചു റസൂൽ, എന്താ ഹർജ്? ഹർജ് എന്ന് പറഞ്ഞാൽ അത് കൊലകൾ വർദ്ധിക്കും. എത്രത്തോളം റസൂൽ തന്നെ പഠിപ്പിച്ചതാണ്. കൊന്ന ആൾക്ക് ഞാൻ എന്തിനു കൊന്നു എന്നോ, കൊല്ലപ്പെട്ട ആളെ എന്തിനു കൊല്ലപ്പെട്ടോ എന്നറിയാത്ത രൂപത്തിലുള്ള ഹർജ്. അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? ഈ കൊല്ലപ്പെടുന്നതൊക്കെ എന്ത് കാരണത്താലാണ്? ദീനിന് വേണ്ടിയോ? അള്ളാഹ്ക്ക് വേണ്ടിയോ? ഷഹീദാവുകയാണോ? മതം സ്ഥാപിക്കാൻ വേണ്ടിയോ? തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടിയോ? അള്ളാഹുവിൻ്റെ മതം നമ്മുടെ നാട്ടിലേക്ക് മടങ്ങി വരട്ടെ, ആ നിയമം നടപ്പാക്കാൻ, ആ നിയമം തഹക്കീം നടത്താൻ, അത് പ്രചരിപ്പിക്കാൻ ഒരു ചുറ്റുപാട് അന്തരീക്ഷം ഉണ്ടാവട്ടെ, ഇതൊക്കെ പറഞ്ഞിട്ടാണോ നടക്കുന്നത്? അല്ല, ഇങ്ങനെ ഒരാളെ മറ്റാളെ കൊന്നുകൊണ്ടേ ഇരിക്കുക. എന്തിനാണ്? പള്ളപ്രശ്നം,
ഡെമോക്രറ്റിസം എന്നതായ അനിസ്ലാമിക തത്വങ്ങൾ, സോഷ്യലിസമോ അല്ലെങ്കിൽ കമ്മ്യൂണിസമോ അല്ലെങ്കിൽ മതം പൊട്ടിയിസമുകളോ അല്ലെങ്കിൽ മതവുമായിട്ട് ഒരു ബന്ധമില്ലാതെ നന്നായി ഒന്ന് കഴിയണം, തിന്നണം, കുടിക്കണം, ഉറങ്ങണം, സമ്പർക്കം പുലർത്തണം എന്ന ആ മൃഗതുല്യ തത്വം മരണപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. അറബികളിലും അനറബികളും. സൗദി അറേബ്യ അല്ലാത്ത നാടുകളൊക്കെ പരിശോധിച്ച് നോക്കുക. അള്ളാഹു മുസ്ലിം നാടുകളെ, മുസ്ലിങ്ങളെ, അവരുടെ ചോരയെ സംരക്ഷിക്കട്ടെ, സംരക്ഷിക്കട്ടെ, സംരക്ഷിക്കട്ടെ. അവർക്കും ലോകത്തിൽ എവിടെയെല്ലാം അപകടങ്ങൾ നടക്കുന്നു ആ നാട്ടുകാർക്കും ഇസ്ലാമിൻ്റെ പേരിൽ, ഖുർആനിൻ്റെ പേരിൽ, സുന്നത്തിൻ്റെ പേരിൽ, തൗഹീദിൻ്റെ പേരിൽ ഐക്യത്തോടു കൂടി സത്യത്തിലേക്ക് മടങ്ങാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, മദീന ഇമാം പറഞ്ഞത് ഫിതൻ ആണെന്ന് കേട്ടു നാം. ആ ഫിതനുകൾ നിന്നിട്ട് മോചിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ട ശൈലിയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നമ്മുടെ കുട്ടികൾ നമുക്ക് ഫിതനാണെന്ന് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. റസൂല് പറഞ്ഞ ഭാഗം, ഖുർആൻ പറഞ്ഞ ഭാഗം, സുന്നത്ത് പറഞ്ഞ ഭാഗം, ഇന്ന് മദീന ഇമാമും പറഞ്ഞ ഭാഗം 2 ദിവസം മുമ്പ് ബുധനാഴ്ച ഫാമിലി ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. ഓർക്കുന്നുണ്ടല്ലോ, കുട്ടികൾ ഫിതനാണ്. അപ്രകാരം തന്നെ മാല്, കഴിഞ്ഞ മാല് എന്ന വിഷയം പറഞ്ഞ ക്ലാസ്സിൽ അല്ലേ, സമ്പത്ത് ഫിതനാണ്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ വഖൈറുൻ അമലാ. മാല് ബനൂൻ ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ സമ്പത്തുകൾ, നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങൾക്ക് പരീക്ഷണമാണ്, ഫിത്നയാണ്. എന്താ പരീക്ഷണം എന്ന് പറഞ്ഞാൽ, ആ കുട്ടികളെ നാം എന്ത് കാട്ടുന്നു, എങ്ങനെ വളർത്തുന്നു, അള്ളാനെ ഇഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള വളർത്തലാണോ അല്ലേ എന്ന് പരിശോധിക്കാൻ വേണ്ടി തന്നതാണ്. നാം അങ്ങനെയാണ് വളർത്തിയതെങ്കിൽ രക്ഷ, അല്ലെങ്കിൽ ശിക്ഷ എന്ന് മാത്രമല്ല, പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കെതിരിൽ അവർ വാദിക്കുകയും ചെയ്യും ആ കുട്ടികൾ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ ഫിത്ന എന്ന് പറയുമ്പോൾ നമ്മുടെ സമ്പത്ത് ഫിത്നയാവാൻ സാധ്യതയുണ്ട്. ആ സാധ്യതയല്ല, ഫിത്ന തന്നെയാണ്, പരീക്ഷണം തന്നെയാണ് അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല പലയിടങ്ങളിലും അംവാലിനെ, ഇവിടെ തന്നെ നിങ്ങൾ ഈ കേട്ട ആയത്തിൽ തന്നെ നാം പഠിച്ചു. എന്താണ്? അംവാല് ഫിത്നയാണ്, സമ്പത്ത് ഫിത്നയാണ്, സമ്പത്ത് പരീക്ഷണമാണ്. അമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമ ഫയഖൂലു റബ്ബി അക്രമൻ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖ ഫയഖൂലു റബ്ബി അഹാനൻ. അമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു, മനുഷ്യൻ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സമ്പത്ത് നൽകുമ്പോൾ റബ്ബി അക്രമൻ, കണ്ടില്ലേ എന്നെ കാശുള്ള ആളാക്കി മാറ്റി, എനിക്ക് സൗദിയിലേക്കാണ് വിസ എന്നത്, സുഡാനിലേക്കല്ല, എന്നെ അള്ളാഹ് ആദരിച്ചുകൊണ്ടാണ് എനിക്ക് ഇവിടേക്ക് വിസ എന്നത്. അപ്പോൾ ഇത് എന്നെ അള്ളാഹ് സ്നേഹിച്ചത് കൊണ്ടാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. അള്ളാഹു പറയുന്ന അല്ല, പിന്നെയോ അവനെ ഞാൻ പരീക്ഷിക്കുകയാണ്, അവനെ ഞാൻ പരീക്ഷിക്കുകയാണ്. നല്ല വിസ കൊടുത്തു, സമ്പത്ത് കൊടുത്തു, ആരോഗ്യം നൽകി, എന്നിട്ട് ഞാൻ അവനെ പരിശോധിക്കുകയാണ്. ഇനി ഞാൻ അവന് സമ്പത്ത് നൽകിയില്ല, അവന് ദാരിദ്ര്യം നൽകി, അല്ലെങ്കിൽ അവൻ കിട്ടിയ വിസയിലൂടെ നേട്ടമില്ല, ശമ്പളം കൊടുക്കുന്നില്ല, കഫീൽ പ്രയാസപ്പെട്ട്, അപ്പോൾ അവൻ പറയുന്നു റബ്ബി അഹാനൻ, എന്നെ റബ്ബ് നിന്യപ്പെടുത്തി. കണ്ടില്ലേ, എന്താ അവന് നല്ല വിസ കൊടുക്കുക, അവന് നല്ല കാശ് കൊടുക്കുക, എനിക്ക് നല്ലത് തരാതിരിക്കുക, റബ്ബ് എന്നെ നിന്യപ്പെടുത്തി. റബ്ബ് പറയുന്നു അല്ല, ഞാൻ നിന്നെ പരിശോധിക്കുകയാണ്, ഞാൻ നിന്നെ പരിശോധിക്കുകയാണ്. അപ്പോൾ ഇവിടെ ജീവിതത്തിൻ്റെ ഏത് തുറകൾ നാം നോക്കിയാൽ എല്ലാം പരീക്ഷണമാണ്. നാം പരീക്ഷണ ഹാളിലാണ്. നാം പരീക്ഷയ്ക്ക് ചോദ്യത്തിന് മറുപടി എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഇപ്പോൾ പേനയുണ്ട്, നല്ലത് എഴുതാം, നല്ല തെറ്റും എഴുതാം. ഈ പേന ഊരിക്കളയും എപ്പോൾ? മലക്കൽ മൗത്ത് വന്നാൽ. മലക്കൽ മൗത്ത് വന്നു കഴിഞ്ഞാൽ കല്ല ഇന്നഹാ കലിമ നീ ഇപ്പോൾ എഴുതാൻ പോകുന്നതായ വചനം അർത്ഥശൂന്യമാണ്, അത് എഴുതാൻ ഞാൻ ചാൻസ് നൽകൂല. എൻ്റെ വിശദീകരണം കേട്ടാ. ആത്മാവ് തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്ന, മലക്കുൽ മൗത്ത് ഇറങ്ങുന്ന വേളയിൽ അവൻ എന്ത് പറയും?
റബ്ബിർജിഊൻ, ഒന്ന് മടക്കിയേക്ക്, ഞാൻ നന്നായി എഴുതട്ടെ, നിന്നെ മാത്രം ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇതുവരെ ഞാൻ കണ്ടതും കേട്ടതും പൂജിച്ചതാണ്. ഞാൻ കല്ലുകരുടെ കഞ്ഞരക്കുറ്റി മുതൽ മുള്ളുമുറുടെ മുറുക്കം പാമ്പ് വരെയുള്ള വസ്തുപൂജ, വ്യക്തിപൂജ നടത്തി ജീവിച്ച ആളാണ് ഞാൻ. ഇനി മേലിൽ ഞാൻ അത് കാട്ടൂല. ഇനി ഞാൻ പഠിച്ചു കഴിഞ്ഞു. നിന്നെ മാത്രം ആരാധിച്ചാലേ രക്ഷയുള്ളൂ, നിന്നോട് മാത്രം പ്രാർത്ഥിച്ചാലേ രക്ഷയുള്ളൂ എന്നാണ് ഞാൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന വാക്കിലൂടെ നിന്റെ മുമ്പിൽ സ്ഥാപിച്ചത് 17 തവണ നിസ്കരിക്കുന്ന വേളയിൽ ദൈനംദിനം. അതുകൊണ്ട് ഇനിമേലിൽ നിന്നോടല്ലാതെ ഞാൻ പ്രാർത്ഥിക്കുകയില്ല റബ്ബേ എന്ന്. ഏറ്റവും വലിയ ഫിത്ന അത് ശിർക്കിലൂടെ ഉണ്ടാകുന്ന ഫിത്നയാണ്. ആ ശിർക്കിലൂടെ ഉണ്ടാകുന്ന ഫിത്ന കാരണത്താൽ മനുഷ്യന്റെ അമലുകൾ നഷ്ടപ്പെടുന്നതാണ് എന്ന ആയത്ത് മിമ്പറിന്റെ മീതെ മസ്ജിദുൻ നബവിയിൽ ഇന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഏറ്റവും വലിയ ഫിത്ന ഒരു മനുഷ്യൻ ശിഷ്ടാവിനെ മാത്രം ആരാധിക്കുന്നതിന് പകരം കാഷ്ടിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരെയും ശിഷ്ടികളെയും വിളിച്ച് പ്രാർത്ഥിക്കലാണ്. അത് വലിയ ഫിത്നയാണ് എന്നും മദീനത്തുള്ള മിമ്പറിന്റെ മീതെ വെച്ചിട്ട്, റസൂലുള്ളാഹിന്റെ മിമ്പറിന്റെ മീതെ വെച്ചിട്ട് ഇന്ന് ഡോക്ടർ അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിമിന്റെ ഖുതുബയിലൂടെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ, ആ ഫിത്നകളൊക്കെ നാം മോചിച്ചാലേ നമുക്ക് ഒറിജിനൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന ആ തലക്കെട്ടിൽ കടക്കാൻ പറ്റുകയുള്ളൂ. എന്നാലാണ് റിയാദ് ഇമാം എന്ന് പ്രസംഗിച്ചതായ ഇത്തിബാഉസ് സുന്ന, ഇത്തിബാഉൽ ഹവയ്ക്കെതിരിൽ ദേഹേച്ഛയെ അനുസരിക്കാതെ സുന്നയെ അനുസരിക്കുന്നവരായി മാറുക. ദേഹേച്ഛയെ അനുസരിക്കുന്നവരെ കുറിച്ചാണ് ഇവിടുത്തെ ചീഫ് മുഫ്തിയും അറഫയിൽ പ്രസംഗിക്കാറുള്ള ഇമാമും ഇവിടുത്തെ പണ്ഡിത സഭയുടെ ഹെഡുമായ ഷെയ്ഖ് അബ്ദുൽ അസീസ് അബ്ദുള്ള അൽ ഷെയ്ഖ് ഇന്ന് റിയാദുൽ ഖുതുബ ഓതിയത് ഇത്തിബാഉൽ ഹവ എന്ന സബ്ജക്റ്റ്. ഇത്തിബാഉൽ ഹവ എന്ന സബ്ജക്റ്റ് അദ്ദേഹം ഖുതുബ ഓതിയ ശേഷം ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ 24 തവണ ഖുർആനിലൂടെ മടങ്ങി വരുന്നതായിട്ട് കണ്ടു. ഈ 24 തവണ, 1ഉം 2ഉം പ്രാവശ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ പറയുകയുണ്ടായി, 71 പാർട്ടിയായി ഭിന്നിച്ച് ജൂതന്മാർ പോയി, ക്രിസ്ത്യാനികൾ 72ഉം എൻ്റെ ഉമ്മത്തുകൾ 73ഉം, എല്ലാവരും നരകത്തിലേക്ക് പോകേണ്ടി വരും. ഇല്ലാ വാഹിദ, ഒന്നൊഴിച്ച്. ആരാണത്? അത് മാ അന അലൈഹി അസ്ഹാബി വഅസ്ഹാബി. ആരാണവര്? ജമാഅ. ആരാണവര്? ഇത്തിബാഉൽ ഹവ നടത്താത്തവർ. ഇതൊക്കെ ഹദീസിലുള്ള ഭാഗമാണ്. മനസ്സിലായില്ലേ? ഞാനും എൻ്റെ സഹാബാക്കളും ജീവിച്ചതുപോലെ ജീവിക്കുന്നവർ. അപ്പോൾ എന്ത് വേണ്ടി വരും? സഹാബാക്കൾ എങ്ങനെ ജീവിച്ചു എന്ന് ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ പങ്കെടുത്ത് പഠിക്കേണ്ടി വരും. എൻ്റെ ക്ലാസ്സിൽ തന്നെയല്ല, സത്യം പറയുന്ന ഖുർആനും സുന്നത്തും അനുസരിച്ചിട്ട് പ്രസംഗിക്കുന്ന ക്ലാസ്സുകൾ എവിടെയുണ്ട് അവിടെ സന്നിധരായിട്ട് സഹാബാക്കൾ എങ്ങനെ ജീവിച്ചു എന്ന് പഠിക്കണം. എന്നാലാണ് സഹാബാക്കളെ പിൻപറ്റിയവരായി മാറുക. അത് പ്രത്യേകിച്ച് മദീനയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ കേൾക്കുന്ന ക്ലാസ്സിൽ അത് പറയുമ്പോൾ പ്രസക്തിയുണ്ട്. കാരണം മദീന മുഹാജിറുകളുടെ നാട്, അൻസാറുകളുടെ നാട് എന്നതുകൊണ്ട്. ഇവിടെ ജീവിച്ചവരാണ് സ്വർഗത്തിൽ നബിമാര് കഴിഞ്ഞാൽ ആദ്യം കടക്കുക. ഇവിടെ ജീവിച്ച് മരിച്ചു പോയവരാണ്, സഹാബാക്കളാണ് സ്വർഗത്തിൽ നബിമാര് കഴിഞ്ഞാൽ ആദ്യം കടക്കുന്നവർ. അവരോടുകൂടി അവരുടെ ബേക്കിൽ അടിനിറക്കാനാണ് സൂറത്ത് തൗബയിലൂടെ ലോക മുസ്ലിങ്ങളോട് അല്ലാഹ് കൽപ്പിച്ചത്. ആ കൽപ്പന നാം ഫിറ്റാക്കിയവരാവേണമെങ്കിൽ എന്ത് വേണം? സഹാബാക്കൾ എങ്ങനെയാണ് ജീവിച്ചത്, അവരുടെ കാലഘട്ടത്തിൽ എത്ര ഉറൂസ് നടത്തി, എത്ര പൂജയും എത്ര പൂരവും നടന്നു, എത്ര മേളയും നടന്നു, അതൊക്കെ നമുക്ക് പഠിക്കേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല ഇന്ന് ലോകത്തിൽ ഇസ്ലാമിൻ്റെ പേരിൽ നടമാടുന്നതായ ധാരാളം പാപങ്ങളും അനാചാരങ്ങളും തോന്നിവാസങ്ങളും ജന്മദിനാഘോഷങ്ങളും മരണദിനാഘോഷങ്ങളും അപ്രകാരം ഓണം കൊണ്ടാടലുകളും ഓണം കൊണ്ടാടുന്നവരുടെ ഭക്ഷണം കഴിക്കലും ക്രിസ്തുമസ് കൊണ്ടാടലുകളും അതിൻ്റെ ഭക്ഷണം കഴിക്കലും അപ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച മെരിക്കാൻ പോകുന്ന നിമിഷത്തിൽ വരെ വിരോധിച്ച ഖബർ കെട്ടിപ്പൊക്കി അതിൻ്റെ മീത അനാചാരം ചെയ്യുന്ന പദ്ധതി, അതിനെ ആരാധനാലയമാക്കി മാറ്റുന്ന പദ്ധതി, അതിൽ ഉറുസുകളും നേർച്ചകളും പൂരങ്ങളും ഉണ്ടാക്കുന്ന പദ്ധതി, ഇതെല്ലാം പിൻകാലഘട്ടത്തിൽ ഉടലെടുത്ത നരകത്തിലേക്ക് പോകുന്നവരുണ്ടാക്കിയ സ്വർഗത്തിൽ പോകുന്നവർ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നത് സഹാബാക്കളുടെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോഴാണ് ഒറിജിനൽ സുന്നിയാവുക, അപ്പോഴാണ് സഹാബാക്കളുടെ പിന്നിൽ അണിനിരന്നവരായി മാറുക. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, ഹവ എന്ന് പറഞ്ഞാൽ ദേഹേച്ഛ ആഗ്രഹിക്കുന്നതിൻ്റെ പിന്നിലേക്ക് മനുഷ്യൻ മയിലുണ്ടാവുക, ചായുക എന്നാണ് ഇസ്ലാഹി മാന. അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന ഫറഖൂ ദീനഹും
വകാനൂ ശിയഅൻ ലസ്ത മിൻഹും ഫീ ശൈ. മതത്തെ ഛിന്ന ഭിന്നമാക്കിയ വിഭാഗം, അവര് ഭിന്നിച്ച വിഭാഗം, നിങ്ങളും അവരുമായൊരു ബന്ധവുമില്ല. മതം ഛിന്ന ഭിന്നമാക്കി, മതം കളിയാക്കി മാറ്റിയവരുമായിട്ട് ബന്ധമില്ല എന്ന ആയത്ത് നാം പഠിച്ചിട്ടുണ്ടല്ലോ. വിനോദം പറഞ്ഞപ്പോൾ മതം ഫിലിമാക്കി മാറ്റാം, മതം അഭിനയമാക്കി മാറ്റാം, മതം കളിയാക്കി മാറ്റാം, മതം അടിയും ഇടിയുമാക്കി മാറ്റാം, മന്ദളമാക്കി മാറ്റാം മതത്തിന്റെ പേരിലേ. ഇത് ഇസ്ലാമിൽ പെട്ടതല്ല എന്ന് പറയും പോലെ തന്നെ ഭിന്നിപ്പ് ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ ഒരു പാർട്ടി, രണ്ട് പാർട്ടി പാടില്ല. രണ്ട് പാർട്ടി ആയാൽ ഒരു പാർട്ടി നരകത്തിൽ പോകണം. നല്ലവരായിരുന്നാലും വിരോധമില്ല. ആ ഭിന്നിച്ചതിന് നരകത്തിൽ പോകേണ്ടി വരും. ആ ഭിന്നിച്ചതിന് നരകത്തിൽ പോകേണ്ടി വരും. എന്തുകൊണ്ട് റസൂൽ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ ഒരു പാർട്ടിയിലാണ് പിന്നെ അണിനിരക്കേണ്ടത്. അതേതാണ്? ആദർശത്തിൽ അള്ളാഹു ഇറക്കിയ മതവുമായി ബന്ധപ്പെട്ട ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന, സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന, സഹാബാക്കളുടെ മൻഹജ് അനുസരിച്ച് ജീവിക്കുന്ന പാർട്ടി. അവർ പറയുന്നതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് കുതിക്കുന്നതായ ഒരു ജനാവലി ഉണ്ടാവുക. ഈ ആദർശത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി കുറേ കമ്മിറ്റികൾ ഉണ്ടാവാം. അമേരിക്കയിലൊരു കമ്മിറ്റി, ഇന്ത്യയിലൊരു കമ്മിറ്റി, മദ്രാസിലൊരു കമ്മിറ്റി, മംഗലാപുരം വേറൊരു കമ്മിറ്റി. എന്തുകൊണ്ട്? ഭാഷ ചേഞ്ച് ആകുമ്പോൾ പ്രവർത്തിക്കാൻ കമ്മിറ്റി ചേഞ്ച് ആവേണ്ടി വരും. അതിൽ ആദർശം ചേഞ്ച് ആവലില്ല. കമ്മിറ്റി മാത്രമാണ് ചേഞ്ച് ആകുന്നത്. അത് ഭിന്നിക്കലല്ല. അല്ലാഹു പറയുന്നു, വലാ തകൂനൂ കല്ലദീന തഫറഖൂ വഖ്തലഫൂ മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത്. ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും നബിമാരിലൂടെയും സഹാബാക്കളിലൂടെയും താബിഈങ്ങളിലൂടെയുമെല്ലാം സത്യം പോലെ പ്രകടമായ ശേഷം നിങ്ങൾ ഭിന്നിക്കാൻ പാടുള്ളതല്ല, ഛിന്ന ഭിന്നമായി മാറിപ്പോകാൻ പാടുള്ളതല്ല. എത്ര ഗ്രൂപ്പാണ് ഞാനിവിടെ പറഞ്ഞില്ലേ? നിങ്ങൾക്കറിയാം, ഇവിടെ ഹജ്ജ് സീസൺ വരുമ്പോൾ നമ്മുടെ മലയാളികൾ ഒരു ഐക്യം ഉണ്ടാക്കും. എന്തിനാണ്? ഹാജിമാരെ സേവിക്കാൻ, അവർക്ക് എണ്ണ വാങ്ങിക്കൊടുക്കാൻ, അവർക്ക് പുതപ്പ് വാങ്ങിക്കൊടുക്കാൻ, അവർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ. അങ്ങനെയുള്ള കമ്മിറ്റിയിൽ ഉദ്ഘാടനം ചെയ്യാനൊക്കെ ഞാനും പലപ്പോഴും പോയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടവരുള്ള സദസ്സിലുണ്ടെങ്കിൽ ആരും മുഷിയരുത്, ഞാൻ ആക്ഷേപിച്ച് പറയല്ല. പക്ഷേ അവിടെ പലപ്പോഴും ഞാൻ കേൾക്കാറുള്ളത് 10 പ്രതിനിധി പ്രസംഗിക്കും. എത്ര പ്രതിനിധി? 10 പ്രതിനിധി. എന്താ 10 പ്രതിനിധി? 10 പാർട്ടിയുടെ പ്രതിനിധി പ്രസംഗിക്കൂ. ഇതൊക്കെ മലയാളികളാണ്. ഈ ചെറിയ 40 മില്യൺ ജനങ്ങൾ ജീവിക്കുന്ന കേരളത്തിൽ അവിടെയുള്ളതായ 25% മുസ്ലിങ്ങളിൽ 10 പാർട്ടി. അത് ഇവിടെ എത്തിയതാണ്. 11ാം പാർട്ടി എത്താത്തതുകൊണ്ടായിരിക്കും. എത്തിയ 11ാം പാർട്ടിയും വരും പ്രതിനിധി. ഇത് ഞാൻ കണ്ടതാണ്, നിങ്ങളും കണ്ടു അങ്ങനെയുള്ള സമ്മേളനങ്ങളിൽ. എവിടുന്നോട് നമുക്ക്, ഞാൻ അങ്ങനെയുള്ള സദസ്സിൽ പോകുമ്പോൾ പലപ്പോഴും ചോദിക്കൽ, ഇവിടുത്തെ രാജാവ്, മരിച്ചുപോയ അബ്ദുൽ അസീസ് രാജാവ് മക്കയിൽ പണ്ട് ചോദിച്ച ചോദ്യം പോലെ, നാം എല്ലാവരെയും ഒരു അള്ളാഹുവിനെ ആരാധിക്കുന്നവരല്ലേ, ഒരു ദൂതരുടെ പിന്നാണ് നടക്കുന്നവരല്ലേ, ഒരു ഖുർആൻ അംഗീകരിക്കുന്നവരല്ലേ, പിന്നെ എന്തിനാ നമുക്ക് 10 പാർട്ടിയുടെ ആവശ്യം? നിങ്ങൾ പറയുന്നതൊക്കെ നന്മയാണെങ്കിൽ അല്ലാഹ് പറയുന്നു, സുമ്മ അൻസൽന സുമ്മ ജഅൽനാക, പിന്നെ നാം നിങ്ങൾക്ക് ഇറക്കി തന്നത് അലാ ശരീഅത്തിൻ മിനൽ അംരി, ഒരു ശരീഅത്തിനെയാണ്, ഫത്തബിഅഹ, നിങ്ങൾ ആ ശരീഅത്തിനെ മാത്രമാണ് പിൻപറ്റേണ്ടത്. വലാ തത്തബിഅ അഹ്വാ അല്ലദീന ലാ യഅലമൂൻ, അറിവില്ലാത്തവരുണ്ടാക്കിയതായ ദേഹേച്ഛ. നമ്മുടെ വിഷയം റിയാദ് ഇമാമ പറഞ്ഞ വിഷയം, ദേഹേച്ഛയിൽ നിന്നിട്ട് ഉടലെടുത്തതായ ഭിന്നിപ്പ്, അത് നമുക്ക് വേണ്ട. നമുക്ക് ഐക്യത്തോടു കൂടി ജീവിക്കണം. മുസ്ലിങ്ങൾ ഐക്യത്തോടു കൂടി ജീവിച്ചാൽ 1000ഓളം വർഷം സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ നാമാണ് ഭരിച്ചത്. സംശയമുണ്ടോ? ഇന്ത്യ 800 കൊല്ലം നാമാണ് ഭരിച്ചത്. സംശയമുണ്ടോ? സ്പെയിൻ 800 കൊല്ലം നാമാണ് ഭരിച്ചത്. സംശയമുണ്ടോ? ആഫ്രിക്ക വരെ നമ്മുടെ ഭരണമെത്തി, ചൈന വരെ നമ്മുടെ ഭരണമെത്തി, റഷ്യ മുഴുവനും നമ്മുടെ കീഴിലായി മാറി. അങ്ങനെയുള്ളതായ നാം ഐക്യത്തിൻ്റെ ഫലം അനുഭവിച്ച് പരിചയമുള്ളവരായതുകൊണ്ട് അനൈക്യം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസവും നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, സൗദി അറേബ്യൻ്റെ പരിസരത്തിൽ, സൗദി അറേബ്യ അല്ലാത്ത നാടുകളിൽ, നമ്മുടെ അയൽ രാഷ്ട്രങ്ങളിലൊക്കെ എന്താണ് അനൈക്യം കാരണത്താൽ, മുസ്ലിങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ ഏകീകരിക്കാത്തത് കാരണത്താൽ ഉണ്ടാകുന്നതായ അപകടം. അവരുടെ നാട്ടിൽ 100ൽ 90% ജീവിക്കുന്നവർ മുസ്ലിങ്ങളായതോടൊപ്പം, ജീവിക്കുന്നവരെ 90% മുസ്ലിങ്ങളാണ് പോലും. എന്നിട്ടും അവരുടെ ഇടയിൽ എന്തില്ല? ഐക്യമില്ല. അത് കാരണത്താൽ അതിൻ്റെ വിപത്ത് അവരനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ദൈനംദിനം 100 കണക്കിന് തലകൾ അവർ അരിയേണ്ടി വരുന്നു, കഷ്ണിക്കേണ്ടി വരുന്നു അനൈക്യത്തിൻ്റെ ഫലമായിട്ട്. അള്ളാഹു അവരെല്ലാം സത്യത്തിലേക്കും തൗഹീദിലേക്കും ഇത് മടക്കട്ടെ. അപ്രകാരം
പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം വിളിച്ചു പറഞ്ഞു പലരും. അതിൽ പ്രധാനമായിട്ട് രോഗശയ്യയിൽ കിടക്കുന്നതായ ചില സഹോദര സഹോദരിമാർ, ഹോസ്പിറ്റലിലും മറ്റുമുള്ളവർ, കേരളത്തിൽ നിന്നും അല്ലാതെയും വിളിച്ചു പറഞ്ഞു. ഈ സദസ്സിൽ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ ക്ലാസ് നെറ്റിൽ കൂടി സാധാരണ കേൾക്കും പോലെ ഈ സമയത്ത് കേൾക്കാൻ പറ്റാത്ത ഇതിൽ പ്രയാസപ്പെടരുത്. വേറെന്തോ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവായിട്ട് എന്നാണ് വിവരം കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ സംസാരിച്ച സംസാരം ഇൻഷാ അള്ളാ അല്പം കഴിഞ്ഞാൽ വൈകുന്നേരമോ സുഹൃത്തുക്കൾ നെറ്റിൽ കൂടി അനൗൺസ് ചെയ്ത് കാണും. ആ സമയത്ത് കേൾക്കാവുന്നതാണ്. പക്ഷേ നമ്മുടെ ക്ലാസ് കേൾക്കുന്നവർ പലരും എന്ത് ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ സദസ്സിൽ വെച്ചിട്ട് അള്ളാഹു അവരുടെ രോഗികളുടെ രോഗത്തെ സുഖപ്പെടുത്തി കൊടുക്കട്ടെ, ആരോഗ്യം നൽകട്ടെ. ദീനിൽ അടിയുറച്ച് ജീവിച്ചുകൊണ്ട് ആ ആരോഗ്യത്തെ ദീനിന് ഉപയോഗപ്പെടുത്തിയും ഭാവിയിൽ ജീവിക്കാനുള്ളതായ സന്മനസ്സും തൗഫീഖും അള്ളാഹു അവർക്കും നമുക്കും നൽകുമാറാകട്ടെ. അപ്രകാരം പലരും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മിൽ നിന്നിട്ട് മരിച്ചവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗത്തോപ്പാക്കി മാറ്റട്ടെ. അവരോടൊപ്പം നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഇണകളില്ലാത്തവർക്ക് അള്ളാഹു സാലിഹീങ്ങളായ ഇണകളെ നൽകട്ടെ. യാത്ര പോയവർക്ക് അവരുടെ എല്ലാം കൂട്ടുകാരനായി അള്ളാഹു മാറട്ടെ. യാത്ര അവസാനിപ്പിച്ച് ഉദ്ദിഷ്ട സ്ഥലത്തേക്ക് മടങ്ങി വരാൻ അവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സന്താനമുള്ളവർക്കും ഇല്ലാത്തവർക്കും സാലിഹ്യങ്ങളായ സന്താനങ്ങൾ അള്ളാഹു നൽകുമാറാകട്ടെ. അപ്രകാരം പുണ്യഭൂമിയിൽ മക്കയിലും മദീനയിലും ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയവർ ആ നാട്ടിൽ വെച്ചിട്ട് റജബിനെ, ഷഅബാനിനെ, റമദാനിനെ, അതുപോലെ ഹജ്ജ് മാസങ്ങളെയെല്ലാം സ്വീകരിച്ചുകൊണ്ട് പുണ്യങ്ങൾ നേടാൻ അള്ളാഹു ചാൻസ് കൊടുത്തവർക്ക് ആ നാട്ടിൻ്റെ പവിത്രതയെ സംരക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അഇസ്സൽ ഇസ്ലാമ والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم من أرادنا وأراد دعوتنا وأراد إسلامنا وأراد بلاد الحرمين وأراد قادة بلاد الحرمين سوءا اللهم فأشغله في نفسي. اللهم اجعل تدبيره تدميرا. اللهم فرق جمعه. اللهم فل حده. اللهم أقل عدده. اللهم لا تبلغه الآمال. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. رب زدنا علما وألحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.